ആഗോള അയ്യപ്പ സംഗമം ഇന്ന് പമ്പയിൽ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. 3 വേദികളിലായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. NSS, SNDP, ശിവഗിരി മഠം, KMPS, കേരള ബ്രാഹ്മണ സഭ, മലയര സഭ പ്രതിനിധികൾ ഉൾപ്പെടെ സമ്മേളനത്തിൽ പങ്കെടുക്കും. തമിഴ്നാട് മന്ത്രിമാരായ PK ശേഖർ ബാബുവും പളനിവേൽ ത്യാഗരാജനും സമ്മേളനത്തിലെത്തുന്നുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാനിലൂന്നിയാണ് 3 സെഷനുകൾ സംഘടിപ്പിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം പ്രശാന്ത് കൃഷ്ണ, R അനന്തകൃഷ്ണൻ, കണ്ണൻ നായർ എന്നിവർ പമ്പയിൽ നിന്നും, TS ഹരികൃഷ്ണ ശബരിമല സന്നിധാനത്ത് നിന്നും, അഭിലാൽ നിലയ്ക്കലിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് പ്രശാന്തിലേക്ക് പോകാം. പ്രശാന്ത്, അങ്ങനെ ഈ സംഗമത്തിന് ഇനി വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. പമ്പ ഒരുങ്ങിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി 9:30 തന്നെ ഉദ്ഘാടനത്തിനെത്തും അല്ലെ? അതെ, ഏറെ നാളായി കേരള രാഷ്ട്രീയം, കേരള സമൂഹം ആകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം ഇന്നിപ്പോൾ നടക്കാൻ പോവുകയാണ് പമ്പാമണപ്പുറത്ത്. നമ്മളിപ്പോൾ ഉള്ളത് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ വേദിക്ക് മുന്നിലാണ്. രാവിലെ ഇപ്പോഴത്തെ രജിസ്ട്രേഷൻ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഈ 8:30 മുതൽ 9 വരെയുള്ള സമയം ഭജനയാണ്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ രാത്രി 8:30 തന്നെ പമ്പയിലെത്തിയിട്ടുണ്ട്. പമ്പയിൽ ദേവസ്വം മരാമത്ത് കോംപ്ലക്സിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഈ പരിപാടി നടക്കുന്ന സമയത്ത് മാത്രമായിരിക്കും അദ്ദേഹം ഇങ്ങോട്ട് എത്തുക. പോലീസിൻ്റെ വിന്യാസമെല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. അനന്തനും കണ്ണനായർ നമ്മോടൊപ്പം ഉണ്ട്. അനന്ത, ഇന്നിപ്പോൾ പ്രധാനമായിട്ടും എല്ലാവർക്കും അറിയാനുള്ളത് രജിസ്ട്രേഷൻ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. എത്ര പേരാണ് പങ്കെടുക്കുന്നത്? ഇതിൻ്റെ ഏത് രീതിയിലായിരിക്കും ഈ പരിപാടികൾ നടക്കുക? അപ്പോൾ ആദ്യത്തെ 6 മണിക്ക് തന്നെ രജിസ്ട്രേഷൻ നടപടികൾ തുടങ്ങുമെന്നാണ് നേരത്തെ സംഘാടകർ അറിയിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യം 6 മണിക്ക് തന്നെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. നമ്മൾ വരുമ്പോൾ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ ആ ക്യൂവിൽ. പക്ഷേ ഇപ്പോൾ ആ വരിയുടെ നീളം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ കുറച്ചുകൂടി ആൾക്കാർ അല്പസമയം കൂടി കഴിയുമ്പോൾ ഈ വരിയുടെ നീളം കൂടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ 3500 ഡെലിഗേറ്റുകളെയാണ്, പ്രതിനിധികളെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് സർക്കാർ ക്ഷണിച്ചിട്ടുള്ളത്, ദേവസ്വം ബോർഡ് ക്ഷണിച്ചിട്ടുള്ളത്. അതിൽ ഒരുവിധം ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. ഇന്നലെ തന്നെ പമ്പയിലെത്തിയിട്ടുണ്ട്. നമ്മൾക്ക് ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് കോട്ടയത്തും പത്തനംതിട്ടയും ഒക്കെ ആയിട്ട് സമീപത്തുള്ള പട്ടണങ്ങളിലൊക്കെ അവിടെയൊക്കെ ഹോട്ടലുകളിൽ മുറിയെടുത്ത് താമസിക്കുന്നുണ്ട്. അപ്പോൾ സമയമാകുമ്പോഴത്തേക്ക് കൂടുതൽ ആൾക്കാർ ഇവിടേക്ക് വരും. ഇന്നലെ പമ്പയിലെത്തിയ ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ രജിസ്ട്രേഷന് വേണ്ടി കാത്തു നിൽക്കുന്നത്. പലരും സന്നിധാനത്തെത്തി ദർശനമൊക്കെ നടത്തിയല്ലേ ഈ സംഗമത്തിന് മുന്നോടിയായിട്ട്? അതെ. അതിനൊപ്പം തന്നെ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഇന്നലെ തന്നെ വൈകുന്നേരം കൃത്യം പറഞ്ഞ സമയത്ത് തന്നെ പമ്പയിൽ എത്തി. മുഖ്യമന്ത്രി ഉള്ളതുകൊണ്ട് തന്നെ പമ്പയും പരിസരവും ഒക്കെ വലിയ പോലീസ് ബന്ദോബസ്തിലുമാണ് അല്ലേ കാണാൻ? തീർച്ചയായിട്ടും. അതായത് ശബരിമലയിലെ ഒരു ചടങ്ങാണ്, ശബരിമലയുടെ ബന്ധപ്പെട്ട ചടങ്ങാണ്. പക്ഷേ ശരണവിളിയോ അയ്യപ്പസ്തുതികളോ ഇല്ലാത്ത ഒരു ചടങ്ങ് എന്ന് വേണമെങ്കിൽ പറയാം. ഭക്തിയേക്കാൾ ഉപരി വികസനത്തിന് നേതൃത്വം നൽകുന്ന ഒരു പ്രാതിമുഖ്യം നൽകുന്ന ഒരു ചടങ്ങാണ്. പ്രധാനപ്പെട്ട ഇപ്പോൾ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. എവിടെ തരാം? കോഴിക്കോട് ബാലുശ്ശേരി. എന്താ നമ്മുടെ ഒരു പ്രതീക്ഷയായി ശബരിമല വികസനത്തോട് ബന്ധപ്പെട്ട്? ശബരിമല ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ആളുകളെ സംഘടിപ്പിച്ച് നന്നാക്കുന്ന ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് നന്നായിരിക്കും. 45 വർഷമായിട്ട് ഞാൻ ഈ ക്ഷേത്രത്തിൽ വരുന്നുണ്ട്, സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ആ നിലയ്ക്കാണ് എനിക്ക് ഇതിനുള്ള ഒരു പെർമിഷൻ കിട്ടിയത്. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും അതിൽ പങ്കെടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇന്നലെ എത്തിയത്. ദർശനത്തിന് പോയില്ല, താമസ സൗകര്യം ഇന്നലെ. പക്ഷേ ക്ഷേത്രത്തിൻ്റെ പുരോഗതി കാര്യമായിട്ട് എനിക്ക് പറയാനുള്ള ഇത്രയും കാലം വന്നിട്ട് ഒട്ടനവധി മാറ്റങ്ങൾ ക്ഷേത്രത്തിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വേണ്ട വിധത്തിൽ തുടക്കത്തിൽ തന്നെ നിലയ്ക്കൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ മഴ കൊള്ളുക, വെയിൽ കൊള്ളുക നിൽക്കുന്ന ഒരു സ്ഥിതി. ഒരു നടപ്പന്തൽ മാത്രമേ ഉള്ളൂ. അവിടെ അതിനുള്ള സൗകര്യം കുറച്ചുകൂടി വിപുലപ്പെടുത്തണം. അതോടൊപ്പം തന്നെ സന്നിധാനത്ത് 18-ാം പടി കയറി കഴിഞ്ഞാൽ ഭസ്മക്കുളത്തിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മളികപ്പുറത്തിൻ്റെ ബാക്ക് ഭാഗമൊക്കെ സൗകര്യപ്പെടുത്തുകയാണ്, നടപ്പന്തൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആളുകൾക്ക് കയറി. സ്വാമി എവിടെ സ്വാമി? തിരുവനന്തപുരം. എന്താ ക്ഷേത്ര പുരോഗതിയാണ്. ഏതെങ്കിലും സംഘടനയുടെ ഭാഗമായിട്ട് വരികയാണ്? അതെ. ഏതാണ്? വിളക്കത്തിൽ നായർ. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങളിവിടെ ഈ ഇതിൽ പങ്കെടുക്കുമ്പോൾ എന്താണ് നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്? ക്ഷേത്ര പുരോഗതിയാണ് മുന്നോട്ട് വയ്ക്കേണ്ടത്. എത്ര പേര് വന്നിട്ടുണ്ട്? നമ്മള് എല്ലാവരും 10 പേര് ഇന്നലെ തന്നെ വന്നു പമ്പയിൽ. അതെ. അപ്പോൾ അതായത് ഈ സംഗമത്തിൽ വരുന്നതിന്റെ ഭാഗമായിട്ട് ദർശനമുണ്ട്. ദർശനത്തിനൊക്കെ പോയായിരുന്നു അതോ? പോകാൻ പറ്റിയിട്ടില്ല. ഇവിടെ വൈകിട്ടായിരിക്കും പോകുക അല്ലേ?
അതിനാണ് വിളക്കത്തല നായർ സമാജത്തിന്റെ പ്രവർത്തകരാണുള്ളത്. നമസ്കാരം. എന്താണ് ഈ ഒരു സംഗമം വരുന്നത്? നമ്മൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ സംഗമത്തിലേക്ക് പോകുന്നത്. നമ്മുടെ ഒരു വികസനവുമായി ബന്ധപ്പെട്ട്, വിശ്വാസവുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രതീക്ഷ? തീർച്ചയായിട്ടും വിശ്വാസത്തിൻ്റെ ഒരു ഭാഗത്താണെങ്കിൽ പോലും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരും മാറി നിന്ന് എതിർക്കുകയാണ്. ഇവിടെ വന്ന് എന്താണ് എന്ന് മനസ്സിലാക്കാതെയാണ് പലരും വിമർശിക്കുന്നത്. വിമർശിക്കാൻ നമുക്ക് എളുപ്പമാണ്. ഇവിടെ വന്ന് ആദ്യം ഇതെന്താണ് ഇവിടെ നടക്കുന്നത്, സർക്കാർ എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ വിമർശിക്കേണ്ടത്. വിമർശിക്കേണ്ട കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ച്, വിളക്കിത്തല നായർ സഭയെ സംബന്ധിച്ച് യാതൊരു സർക്കാരിൻ്റെ ഭാഗമാണ് എന്നൊന്നും ഞങ്ങൾ നോക്കാറില്ല. വിമർശിക്കേണ്ട കാര്യമാണെങ്കിൽ ഞങ്ങൾ കൃത്യമായി വിമർശിക്കും. അനുകൂലിക്കേണ്ട കാര്യമാണെങ്കിൽ അനുകൂലിക്കുക തന്നെ ചെയ്യും. ഇവിടെ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണോ, ശബരിമല ആചാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണോ, എന്താണ് ഉന്നയിക്കാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും ശബരിമലയുടെ വികസനം ഉണ്ട്. അതോടൊപ്പം തന്നെ ആചാരം നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹവും കൂടെ ഞങ്ങൾക്കുണ്ട്, ഞങ്ങളെ സംഘടനയെ സംബന്ധിച്ച്. അത് പറയാനുള്ളൊരു വേദിയല്ല ഇത് എന്നാണ് സർക്കാർ തന്നെ വിശദീകരിച്ചത്. ആചാരപരമായ ഒരു സെഷൻ ഇവിടെ ഇല്ല. ഉദ്ദേശിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വികസനമാണ് എങ്കിൽ ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇന്നത്തെ ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും വികസനം നടത്തേണ്ടത് തന്നെയാണ്. ഈ ശബരിമല ആചാരവുമായി ബന്ധപ്പെട്ട് വിളക്കത്തല നായർ സമാജത്തിന്റെ സഭയുടെ നിലപാട് എന്താണ്? ഞങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അനാചാരങ്ങൾ എതിർത്തുകൊണ്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത്. അനാചാരങ്ങളെ എന്നും എതിർക്കുന്ന ഒരു സംഘടനയാണ് വിളക്കത്തല നായർ സഭ എന്ന് പറയുന്നത്. ആചാരങ്ങൾ നിലനിർത്തേണ്ടതാണ് എങ്കിൽ അവ നിലനിർത്തി തന്നെ മുമ്പോട്ട് പോകണം. ശബരിമല ആചാരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അറിയാലോ, തീർച്ചയായിട്ടും ഒരു 10-50 ഇടയിൽ പ്രായമുള്ളവർക്ക് അവിടെ ഒരു വിലക്കുണ്ട്, അല്ലെങ്കിൽ ഒരു നിയന്ത്രണമുണ്ട്. അതെ, അതിനെ പിന്തുണയ്ക്കുന്നു. യുവതീ പ്രവേശനം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പിന്തുണയ്ക്കുന്ന ഒരു കാര്യമല്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർക്കാരും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ടും തീരുമാനിച്ച കാര്യമാണ്. ഇതില്ലാതെ സർക്കാർ എടുത്ത ഒരു നിലപാടല്ല. അതുകൊണ്ട് തന്നെ ആചാരാനുഷ്ഠാനങ്ങൾ തുടർന്ന് മുമ്പോട്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുക്കാൻ വലിയൊരു അവസരമാണ്. പരിചയപ്പെടുത്തണം. ഇന്ത്യയിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് റെക്കോർഡിട്ട മനുഷ്യനാണ് പത്മരാജൻ. മാത്രമല്ല ഹോമിയോ ഡോക്ടർ കൂടിയാണ്. അതെ, ഹോമിയോ ഡോക്ടർ. എങ്ങനെയാണ് ഈ അയ്യപ്പ സംഗമത്തിൽ? ഞാനൊരു 47 വർഷമാണ് ശബരിമല അയ്യപ്പൻ്റെ ഭക്തനാണ്. അതിന് 1991 ആന്ധ്രയിൽ വെച്ചിട്ട് നരസിംഹറാവുവിനെതിരെ മത്സരിച്ചപ്പോൾ എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ എന്നെ അയ്യപ്പനാണ് രക്ഷപ്പെടുത്തിയത്. എൻ്റെ കയ്യിൽ പാക്കറ്റിൽ അയ്യപ്പൻ്റെ പടമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് എൻ്റെ ജീവിതകാലം മുഴുവൻ ഭഗവാനോടത്ത് എൻ്റെ സമർപ്പിക്കാന്നുള്ളതാണ്. അതിൻ്റെ ഒരു ദൗത്യമായിട്ടാണ് ഇത്. അയ്യപ്പ സേവാ സംഘവുമായി ബന്ധപ്പെട്ടാണ് ശബരിമല അങ്ങനെ താങ്കൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അയ്യപ്പ സേവാ സംഘത്തിന് ഒരു ക്ഷണമുണ്ടോ ഇപ്പം? അതറിയില്ല സാർ, അതിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ല. എന്താണ് ഇവിടെ താങ്കൾ ഇവിടെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ, സംഘത്തിൽ പങ്കെടുക്കുമ്പോൾ ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവസരം കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും നമുക്ക് അതിനുള്ള അവസരം കിട്ടുമെന്ന് അറിയില്ല. പറയാൻ ഒരു കാര്യം മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതൊന്നും ഇല്ല സാർ, ഇപ്പൊ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അവിടെ പോയോ? സന്നിധാനം പോയി സാർ, സന്നിധാനത്ത് പോയി. ഡെലിഗേറ്റ്സ് ആയിട്ട് വന്നിരിക്കുക. മധുരൈ ഡെലിഗേറ്റ്സ് ആയിട്ട് വന്നിരിക്കുക അയ്യപ്പ സംഗമത്തിൽ. இதுதான் எனக்கு ஃபர்ஸ்ட் டைம். அண்ணன் கூட்டு வந்திருக்காரு சன்னிதானத்துக்கு ஃபர்ஸ்ட் டைம். இது பிக்கஸ்ட் ஆப்பர்ச்சுனிட்டி கிரியேட் பண்ணி கொடுத்தது எங்கள் அண்ணன் தான் எனக்கு வாங்கி கொடுத்துருக்காரு. வந்திருக்கேன், பெரிய பாக்கியம். ஆன்லைன் ரெஜிஸ்ட்ரேஷன் தான். ஆன்லைன் ரெஜிஸ்ட்ரேஷன். பாஸ் கிடைச்சதா? பாஸ் கிடைச்சி, பாஸ் கிட்டும். நீங்கள் ஏதாவது சங்கடனை இல்லை இல்லை, தனி அமைப்பு தான், தனியாக தான் வந்திருக்கோம். இது ஆர்கனைசேஷன் எதுவும் இல்லை, தனியாக தான் வந்திருக்கோம். இதுதான் ஃபர்ஸ்ட் டைம். கன்னி ஐயப்பன் அது வந்துட்டு இந்த സംഗമത്തിലെ ജോയിൻ பண்ணியிருக்கு. അതന്നെയാണ് കാര്യം. കന്യായപ്പന്മാർക്ക് മുതൽ ഗുരുസ്വാമിമാർക്ക് വരെ, അതായത് കന്യായപ്പന്മാർക്ക് മുതൽ ഗുരുസ്വാമിമാർക്ക് വരെയുള്ള അവസരമുണ്ട്. ഈ ഇതിന് ശേഷം പോയി അയ്യപ്പസ്വാമിയെ തൊഴുന്നതിന് വേണ്ടി ഇതിനകത്ത് ഈ രജിസ്ട്രേഷൻ നടക്കുമ്പം ഇവർ പറഞ്ഞിരുന്നു ഒരു തുടർച്ചയായിട്ട് സന്നിധാനത്തിൽ രജിസ്റ്റർ ചെയ്തവർക്ക് അത് കൊടുക്കുമെന്നുള്ള പറഞ്ഞത്. അതിപ്പോ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ഒരാളുടെ ഐഡിയിലായിരിക്കും. അപ്പം ആ ആൾക്കാണ് സ്വാഭാവികമായിട്ടും ഇതിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടേണ്ടത്. പക്ഷേ ഇവർക്ക് ആദ്യമായിട്ട് പങ്കെടുക്കുന്നവർക്കും കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം റേസ് അവസാനമായിട്ട് ദേവസ്വം ബോർഡ് വിശദീകരിച്ചത് ആദ്യം ബുക്ക് ചെയ്ത 5000 പേരിൽ 3000 പേർക്ക് 3500 പേർക്ക്. തീർച്ചയായിട്ടും പ്രശാന്ത്, ദയവായി തുടരുക. നിങ്ങളിലേക്ക് തന്നെ തിരികെ എത്താം.